2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പുരാതന പ്രവചനം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിവൃത്തിയാക്കപ്പെട്ട് വരികയാണോ? അത് യേശുവിൻ്റെ ഇമ്മിനൻ്റ് റിട്ടേൺ, എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ ആ വരവ്, അതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? വിശ്വാസികളെന്നുള്ള രീതിയിൽ, വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഇതൊക്കെ കാണുമ്പോൾ? അതൊക്കെയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. 20 വർഷത്തിന് മുകളിലായിട്ടുള്ള രീതിയിൽ നാസയുടെ ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെൻറ്റ് സാറ്റലൈറ്റ്സ് എർത്തിൻ്റെ ഗ്രാവിറ്റിയെ, അതായത് ഗുരുത്വാകർഷണത്തിലുള്ള മാറ്റങ്ങളെ പഠിച്ചു വരികയാണ്. അതായത് ഒരു സ്ഥലത്തിലെ എത്രമാത്രം വെള്ളമാണ് അവിടെ ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അവർ യൂഫ്രട്ടീസ് നദിയെപ്പറ്റി പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്. യൂഫ്രട്ടീസ് നദി വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഉണങ്ങി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും താണ വാട്ടർ ലെവൽ, ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 2003-ൻ്റെയും 2010-ൻ്റെയും ഇടയ്ക്ക് നാസയുടെ ആ സാറ്റലൈറ്റുകൾ റെക്കോർഡ് ചെയ്തത് 144 ക്യൂബിക് കിലോമീറ്ററിൻ്റെ ഉള്ള ഫ്രഷ് വാട്ടർ, നല്ല വെള്ളം ടൈഗ്രിസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും നദിയുടെ ബേസിനുകളിൽ നിന്നും ഇല്ലാതായിപ്പോയി. അത് ഇന്ത്യ കഴിഞ്ഞാലുള്ള അടുത്ത ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ മണ്ണിൻ്റെ അടിയിലെ വെള്ളം ഇല്ലാതാകുന്നത്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ്റെ ഒരു കണക്കാണത്. അതിന് പല കാരണങ്ങളും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നിരിക്കാം. ഉദാഹരണത്തിന്, നോർത്ത് ഈസ്റ്റ് സിറിയയിലെ ടെമ്പറേച്ചർ, താപനില കഴിഞ്ഞ നൂറ്റാണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിഞ്ഞ നൂറ്റാണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 18 മില്ലിമീറ്റർ പെർ മന്ത്, ഓരോ മാസവും 18 മില്ലിമീറ്ററിൻ്റെ മഴയുടെ കുറവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷം ചൂടാകുമ്പോൾ വെള്ളം ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ ഇവാപറേറ്റ് ചെയ്യും. പക്ഷേ അതിനനുസരിച്ചുള്ള രീതിയിൽ റെയിൻ റീപ്ലനിഷിങ്, മഴ ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയും കൂടാ. പിന്നെ രണ്ടാമത്, ടർക്കിയുടെ ആ രാജ്യത്തിനുള്ളിൽ വളരെയധികം വലിയ ഡാമുകളുടെ കുറേ എണ്ണം പണിയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ നദിയുടെ നാച്ചുറലായിട്ടുള്ള ഫ്ലോ, സിറിയക്കകത്തോട്ടും ഇറാഖിലോട്ടുമുള്ള ഫ്ലോയും കുറഞ്ഞുപോയി. ഇപ്പോൾ തന്നെ ഇറാഖിലെ മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് 2040 ആകുമ്പോഴേക്കും യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഒരു നദി കാണില്ല എന്ന്. നമ്മൾ ബൈബിളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതിനകത്തൊന്നും സർപ്രൈസിംഗ് ആയിട്ടുള്ള രീതിയിലില്ല, ആശ്ചര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. വെളിപ്പാട് 9-13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ കാണുന്നത് യൂഫ്രട്ടീസ് നദിയുടെ അവിടെ ബന്ധിച്ചിട്ടിരിക്കുന്ന 4 ദൂതന്മാരെ റിലീസ് ചെയ്യുമ്പോൾ മാനവജാതിയുടെ 1/3 ഭാഗത്തെ അവർ കൊന്നുകളയുന്നു. അത് ഈ ലോകത്തിൻ്റെ മേൽ ദൈവം അയക്കുന്ന ഒരു ന്യായവിധി തന്നെയാണ്. ദൈവത്തെയും യേശുവിനെയും ദൈവത്തിൻ്റെ വഴികളെയും തിരസ്കരിക്കുന്ന, തള്ളിക്കളയുന്ന ഒരു ലോകത്തിൻ്റെ മേൽ ദൈവം അയക്കുന്ന ഒരു ന്യായവിധി. പിന്നെ വെളിപ്പാട് പുസ്തകം 16-12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ കാണുന്നത് 7 ദൂതന്മാരിലെ 6-ാമത്തെ ദൂതൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയുടെ മേൽ ഒഴിക്കുകയാണ്. അതിൻ്റെ വെള്ളം ഉണങ്ങിപ്പോകുന്നു. എന്തിനാണ്? കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ കിഴക്ക് നിന്ന് വന്ന് ഇസ്രയേലിലേക്ക് പോവുകയാണ്. അവരെ കൂട്ടിവരുത്തുന്ന സ്ഥലം എബ്രായ ഭാഷയിൽ അർമഗദം എന്ന് വെച്ചാൽ മൗണ്ട് മെഗീഡോ പർവ്വതത്തിൻ്റെ ആ പ്രദേശത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ബൈ ദ വേ, ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് റാപ്ചർ ഓഫ് ദ ചർച്ച്, അതായത് സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം 7 വർഷത്തെ മഹോദ്രവ കാലത്തിൻ്റെ ആ സമയത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. പിന്നീട് നമ്മൾ വെളിപ്പാട് പുസ്തകം 19 കാണുന്നത്, യോഹന്നാൻ കാണുന്നു യേശു കർത്താവ് മഹത്വത്തിൽ വരികയാണ്. തൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ 2-ാം വരവിൽ വന്ന് യേശുവിനെതിരെ നിൽക്കുന്ന സകലരെയും യേശു തോൽപ്പിച്ച് യേശുവിൻ്റെ ആ രാജ്യത്വം സ്ഥാപിക്കുകയും യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഹർമഗദോൻ ആ യുദ്ധത്തിലെ, ആ ക്യാമ്പയിനിലെ 7 ഫേസുകളിലെ ഏറ്റവും ആദ്യത്തെ ഫേസാണ് യൂഫ്രട്ടീസ് നദി ഉണങ്ങിപ്പോകുന്നത്. മറ്റെല്ലാ ഫേസുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇൻ സക്സഷൻ, അതായത് ഇതിന് ശേഷം ഒന്നൊന്നായിട്ട് തന്നെ ഫാസ്റ്റായിട്ട് നടക്കും. ആ ഫേസുകളെ പറ്റിയെല്ലാം മറ്റൊരു സന്ദേശത്തിൽ പിന്നീട് ഞാൻ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ നാസ പിക്ചേഴ്സിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചർ ഈ കുറച്ച് നാൾ മുമ്പേ ഈ ഉണങ്ങുന്ന യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നാസ എടുത്തിരുന്നു. നാസ ഈ എടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ നോക്കി. ഈ നദിയുടെ ഷേപ്പ് കാണുമ്പോൾ ഗ്രീക്ക് ആൽഫബറ്റിലെ അവസാനത്തെ അക്ഷരമായ ഒമേഗയെ പോലുണ്ട്. ഇത് കാണുമ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് വിരൽ ചൂണ്ടുന്നത് യേശു ആൽഫയും ഒമേഗയും, അതായത് ആദ്യനും അന്ത്യനും ഒക്കെ ആണെന്ന ആ ഒരു കാര്യത്തിലേക്കാണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നത് വലിയ പ്രയോജനമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. പക്ഷേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളത് വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന യൂഫ്രട്ടീസ് നദി.
എക്സ്പേർട്സ് വിദഗ്ധർ തന്നെ പറഞ്ഞത് 2040 ആകുമ്പോഴേക്കും യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഒരു നദി കാണില്ല. അതായത് ഇന്ന് ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ജസ്റ്റ് 14 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സംഭവമാണത്. അപ്പോൾ യൂഫ്രട്ടീസ് നദി ഉണങ്ങിപ്പോകുന്നത് ഒരു അടയാളമാണ് യേശു കർത്താവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ 2ാം വരവിന് മുമ്പ് നടക്കേണ്ട ആ വലിയ യുദ്ധം. അതിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് ഈ ഒരു യൂഫ്രട്ടീസ് നദി ഉണങ്ങിപ്പോകുന്നത്. ആൻഡ് 7 വർഷത്തെ മഹോദ്രവ കാലത്തിന് മുമ്പ് റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൽപ്രാപണം നടക്കേണ്ടതുകൊണ്ട് തന്നെ എത്രയധികം അടുത്താണ് ഉൽപ്രാപണം ഇപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ ചുറ്റിനും ഫാസ്റ്റായിട്ട് നടക്കുന്ന പല കാര്യങ്ങൾ നാം നോക്കുമ്പോൾ, ഉദാഹരണത്തിന് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും വരൾച്ചകളും പ്രളയങ്ങളും മഹാമാരികളും പിന്നെ കാലാവസ്ഥയിലുള്ള വ്യത്യാസം, പിന്നെ മനുഷ്യരുടെ ഹൃദയങ്ങൾ ആ സ്നേഹവുമെല്ലാം തണുത്തുപോകുന്ന അവസ്ഥ, വ്യാജത്തെ വേഷം മാറ്റി സത്യമെന്നതുപോലെ വരച്ചു കാട്ടി പഠിപ്പിക്കുക, പ്രസംഗിപ്പിക്കുക, അപ്രകാരമുള്ള മൂല്യങ്ങൾ ലോകത്തിൽ പടർത്തുക, ഇതെല്ലാം യേശു കർത്താവ് മുൻകൂട്ടി തന്നെ പറഞ്ഞതാ. യേശുവിൻ്റെ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചു, പഴയ നിയമത്തിലെ പ്രവാചകന്മാരും എല്ലാം തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും ജനിച്ച ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം ഭയവും ഭീതിയും ഒന്നുമല്ല വരേണ്ടത്. ഒരു യഥാർത്ഥ വീണ്ടും ജനന അനുഭവമുള്ള ഒരു വിശ്വാസി, ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും പ്രത്യാശയും, വലിയ പ്രത്യാശ. കാരണം എന്നാ? ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തു. അങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക് റെസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യവും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്സിഡൻ്റ് അല്ല. ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട് ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതിന് പിമ്പിൽ. ആൻഡ് ദൈവം ഈ ലോകത്തിൻ്റെ ഫൈനൽ മോമെൻറ്റിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട്. ഓരോ ക്രിസ്ത്യനും, വീണ്ടും ജനിച്ച ദൈവ പൈതലും മനസ്സിലാക്കണം, യേശു കർത്താവ് വേഗം മടങ്ങി വരാൻ പോകുകയാണ്. കാരണം യേശു പറഞ്ഞിരുന്നു അവിടുന്ന് വേഗം മടങ്ങി വരുമെന്ന്. ചോദ്യം യേശു മടങ്ങി വരുമോ എന്നുള്ളതല്ല, പകരം എപ്പോഴാണ് യേശു മടങ്ങി വരുന്നത് എന്നുള്ളതാണ്. ചോദ്യം യേശു വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ചോദ്യം യേശുവിൻ്റെ വരവിന് വേണ്ടി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ യേശു വന്നാൽ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ താങ്കളെ സഹായിക്കുവാനായിട്ടുള്ള ചില സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബൈ ദ വേ, ഈ സന്ദേശങ്ങളുടെ ലിങ്കുകളെല്ലാം യൂട്യൂബിലെ നോട്ടിഫിക്കേഷന് പുറമെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ലിങ്കുകളായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്തേക്കുക. ആ ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ടേക്ക് കെയർ, ഗോഡ് ബി വിത്ത് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.